യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്റെ ഭാര്യയെ കൊണ്ടുപോകാൻ എനിക്കറിയാം. നിങ്ങള് അങ്ങോട്ട് വാ. ഇവളെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതിന്റെ കൂലി ഞാൻ അവിടെ വെച്ച് തരാം. വിനയ, ഇറങ്ങി പാടി എന്റെ കൂടെ. സർ, പ്രതിഭ എത്തിയോ? ബാങ്കിൽ തിരക്കുണ്ടായിരുന്നോ? കുറച്ചു തിരക്കുണ്ടായിരുന്നു. സാർ എന്തോ വിഷമത്തിലാണെന്ന് തോന്നുന്നു. അതെങ്ങനെ മനസ്സിലായി? സാറിന്റെ ഇരിപ്പ് കണ്ടപ്പോ തോന്നി. താനാള് കൊള്ളാലോ. സാറിന് എന്താ പറ്റിയേ? ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നതാ. ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അനുവെടുത്തിലെ അനിയത്തി ചിലങ്ക ദയയും കുഞ്ഞിനെയും കാണാൻ വന്നിരുന്നു. പക്ഷേ ചിലങ്കയുടെ ഹസ്ബൻഡ് വിനയൻ അവിടെ വന്ന് കുറച്ച് പ്രശ്നങ്ങളുണ്ടാക്കി. ചിലങ്കയെ നിർബന്ധിച്ച് തിരികെ കൊണ്ടുപോയി. അതെന്താ? ഞാനിപ്പോ എന്തു പറയാനാ? അയാൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാ. ഓരോ മനുഷ്യർക്കും ഓരോ സ്വഭാവമല്ലേ. അത് അനുഭവിക്കുന്നത് കൂടെ ജീവിക്കുന്നവരും. പെൺകുട്ടികൾക്ക് പലപ്പോഴും ഭർത്താക്കന്മാരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടി വരുന്നത് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കാത്തോണ്ടാ. നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ ചിലപ്പോ ആ ചേച്ചിയുടെ പ്രശ്നങ്ങൾ തീർന്നേനെ. ജോലിയില്ലാത്ത ഭാര്യ ആയതുകൊണ്ടാവും ചിലപ്പോ ഭർത്താവ് വില കൊടുക്കാത്തത്. അറിയില്ല. എന്നാലും താൻ പറഞ്ഞ ശരിയാണെന്ന് തോന്നുന്നു. ഒരു ജോലി കിട്ടിയ ജോലി ചെയ്യുന്ന സമയമെങ്കിലും ചിലങ്കയ്ക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാലോ. ഞാനൊരു ഫ്രണ്ടിനെ വിളിച്ച് ചിലങ്കയ്ക്ക് പറ്റിയ ജോലി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഹലോ, അതെ, എന്തൊക്കെയുണ്ട് വിശേഷം? അതെ, പിന്നെ ഒരു ഹെൽപ്പ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. എനിക്ക് വളരെ അടുത്തറിയാവുന്നൊരു പെൺകുട്ടിക്ക് ഒരു ജോലി വേണം. അതെ, ഉറപ്പായിട്ടും. പറ്റുന്ന നല്ല ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കോ? നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ശരി, ഓക്കെ. നീ ഇങ്ങനെ കരയാതെ സാവിത്രി. പിന്നെ ഞാൻ എന്ത് വേണം? ഇത്രയും സമയമായിട്ട് എന്റെ മോൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സച്ചിയേട്ടന് സാധിച്ചോ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ? അതോ അവൻ പോയതിൽ എനിക്ക് വിഷമമില്ലെന്നാണ് വിചാരിക്കുന്നത്? നിനക്ക് വിഷമം വന്ന കരയെങ്കിലും ചെയ്യാം. ഞാനെന്താ വേണ്ടത്? നിന്നെപ്പോലെ ഞാനും ആയാ ആരെ നിങ്ങളെ സമാധാനിപ്പിക്കുക? എന്നാലും എന്റെ മോൻ എവിടെയാണെന്നെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ. ഏട്ടന് നല്ല വിഷമമുണ്ട്. അത് ആരോടും ഒന്നും പറയാതെ പോയത്. മഞ്ചാടിയുടെ ഏട്ടന് അത്രയ്ക്ക് ഇഷ്ടമാണ്. അത് പറഞ്ഞിട്ട് എന്താ കാര്യം? അവൻ സ്നേഹിക്കുന്ന പോലെ തിരിച്ച് ആ കുട്ടിക്കും താല്പര്യം തോന്നണ്ടേ? സ്നേഹം വില കൊടുത്ത് വാങ്ങാൻ പറ്റില്ലല്ലോ. അവന്റെ സ്വഭാവത്തില് നല്ല മാറ്റങ്ങൾ വന്നതായിരുന്നു. ഇതിപ്പോ സാരമില്ല, എല്ലാം നമ്മുടെ വിധിയാ. ആനന്ദമാഷോട് നമ്മൾ സംസാരിച്ചതല്ലേ. അവരുടെ മകളുടെ കാര്യത്തിൽ അവരല്ലേ തീരുമാനം എടുക്കേണ്ടത്. പിന്നെ നമ്മുടെ മോന്റെ മുൻകാല ജീവിതം അത്ര നല്ലതൊന്നുമല്ലല്ലോ. അപ്പൊ പിന്നെ അവരെ കുറ്റം പറയാനും സാധിക്കില്ല. അങ്ങനെ അങ്ങ് ഒഴിവാക്കാൻ പറ്റൂ? എനിക്ക് ഉറപ്പായിട്ടും അറിയാം അവൻ ആത്മാർത്ഥമായിട്ട് തന്നെയാ ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാ എന്റെ മോന്റെ മനസ്സ് ഇത്രമാത്രം വേദനിച്ചത്. അത് ശരിയച്ചാ. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നാലും ഒരു പെൺകുട്ടിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു പോയപ്പോ അവൻ നമ്മളെ കുറിച്ച് വല്ലതും ഓർത്തോ? നമുക്ക് എത്രമാത്രം വേദനിച്ച് കാണുമെന്ന് ചിന്തിച്ചു പോലും ഇല്ലല്ലോ.
നീ ഇങ്ങനെ കരഞ്ഞു വല്ല അസുഖം വരുത്തി വെക്കാതെ. അവൻ വരും. അതെ അമ്മേ, ഏട്ടൻ തിരിച്ചു വരും. ഇപ്പോഴത്തെ ഒരു സങ്കടം കൊണ്ട് മാറി നിൽക്കുന്നതാ. ഈ അമ്മയെ ഓർത്തെങ്കിലും എന്റെ ഗോകുല് തിരിച്ചു വരണേ ദൈവമേ. അമ്മ കരയാതിരിക്ക്. ഏട്ടൻ വരൂ അമ്മ, കരയല്ലേ. അളിയനും ചേച്ചിയും ഫുഡിന്റെ ഇഷ്യൂ ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വീട്ടിൽ അച്ഛൻ്റെ അടുത്തും അവരത് ചർച്ചയാക്കി. അല്ലെങ്കിലും എന്റെ വീട്ടുകാരെ കരി തേച്ച് കാണിക്കാൻ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുന്നവരല്ലേ ശബരിയേട്ടന്റെ ചേച്ചിയും അളിയനും. അശോകേട്ടനും ആ കാര്യത്തില് ഒട്ടും പുറകിലല്ല. എന്നിട്ട് അമ്പിളി ചേച്ചി എന്തോ പാതകം ചെയ്തതായി അച്ഛനെ ബോധ്യപ്പെടുത്താൻ അവർക്ക് പറ്റിയോ? നീ എന്തതേ മൂന്നാമതൊരാളെ പോലെ സംസാരിക്കുന്നത്? എന്റെ വീട്ടുകാര് നിന്റെ ആരുമല്ലേ? ചിലപ്പോ അവരുടെ പെരുമാറ്റം കാണുമ്പോ ആരും അല്ലാന്ന് തോന്നിപ്പോവാ. ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിനല്ലേ വാസും തേച്ചും തന്നേട്ടിനും വഴക്കുണ്ടാക്കുന്ന. ആവശ്യമില്ലാത്തതാണെന്ന് നിനക്ക് തോന്നുന്നതല്ലേ? വാസ്തവത്തില് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച നമ്മളെല്ലാവരും കൂടി അവരെ അപമാനിക്കല്ലേ ചെയ്തത്? ഓഹോ, ശബരിയേട്ടൻ ഇപ്പൊ അവരുടെ ആളായോ? ഞാൻ രഘുവേട്ടന്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷം അവരാണല്ലോ ശബരിയേട്ടന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അതിന്റെ സ്നേഹമായിരിക്കും അല്ലേ? നീ ഇങ്ങനെയൊന്നും പറയില്ലതേ. നീ എന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപ് അവരായിരുന്നു എന്റെ എല്ലാം. അന്നും ഇന്നും ഞാൻ അവരോട് ഒരുപോലെയാ പെരുമാറുന്നത്. ഓഹോ, രഘുവേട്ടന്റെ വീട്ടിലേക്ക് വന്ന ശേഷം നീയാണ് മാറിയത്. അമ്പിളി ചേച്ചിയുടെ സ്വഭാവത്തെ എന്നും വിമർശിച്ചിരുന്ന നീ ഇപ്പൊ അവർക്ക് വേണ്ടി വാദിക്കുന്നത് കേട്ടാ അവർക്കത് മനസ്സിലാവും. ശബരിയേട്ടൊന്നും ശബരി നേരത്തെ വന്നോ? ഇല്ല രഘുവേട്ട, ഞാൻ രാത്രി ഇവിടെ തങ്ങാൻ റെഡിയായിട്ടാ വന്നത്. ഇതുവരെ അശോകേട്ടനും അനിതേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. ശബരി ആഹാരം കഴിച്ചിട്ടാണോ വന്നേ? ദയക്കുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ക്യാൻറ്റീനിൽ പോയി വല്ലതും കഴിച്ച് പുറത്ത് കിടന്നോളാം. അമ്പിളി ചേച്ചി ദയക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക. അല്ല, ശബരി വേണമെങ്കിൽ വീട്ടിൽ പോക്കോ, ഞാനിവിടെ നിന്നോളാം. വേണ്ട രഘുവേട്ട, ഇതുവരെ രഘുവേട്ടനല്ല ഇവിടെ നിന്നത്. ഇന്ന് രഘുവേട്ടൻ പോയിട്ട് വിശ്രമിക്കും. എന്നാ രഘുവേട്ടൻ വീട്ടിലേക്ക് പോയിക്കോ. ഇവിടെ രണ്ടുപേരും നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ശബരിയേട്ടന് ഇവിടെ ഉറക്കൊളച്ചിരിക്കേണ്ട കാര്യമില്ലെന്ന് എന്റെ അഭിപ്രായം. അമ്പിളി ചേച്ചി ഉണ്ടല്ലോ, എനിക്കിപ്പോ വേറെ പ്രശ്നമൊന്നുമില്ല ശബരിയേട്ട. എന്നാലും ഒരാൾ ഇവിടെ നിൽക്കുന്നത് നല്ലതാ. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ. എന്നാ ശബരി ഇവിടെ നിൽക്കട്ടെ, അതൊരു ധൈര്യമാണല്ലോ. എന്നാ നിങ്ങൾ ആഹാരം കഴിച്ചിട്ട് കിടന്നോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയാലോ രഘുവേട്ട? ആ, നമുക്ക് പോവാം. ദേ, നാളെ വരാം. അമ്പിളി, ശരി രഘുവേട്ട. പോയിട്ട് വരാം. ശരി ചേച്ചി. ഞാൻ ഡോർ അടച്ചിട്ട് വരാം.